ഇന്നത്തെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്ത. ത്യാഗസ്മരണയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ ആഘോഷിച്ചു. ഇന്ത്യയിൽ പെരുന്നാൾ നാളെ. ഹജ്ജ് ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക്. ജംറയിൽ കല്ലെറിഞ്ഞു. ഹാജിമാർ തമ്പുകളിലേക്ക് മടങ്ങി. പെരുന്നാൾ തലേന്നും പ്രവാസികളെ ദ്രോഹിച്ച് എയർ ഇന്ത്യ. ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടുള്ള യാത്രക്കാർ പെരുവഴി. ഇടുക്കിയിലെ ആദിവാസി മേഖലയിലേക്കുള്ള മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സന്ദർശനത്തിനിടെ സംഘർഷം. MP ജോയ്സ് ജോർജിന്റെ നേതൃത്വത്തിൽ മന്ത്രിയെ തടഞ്ഞു. MPയും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി. ജോയ്സ് ജോർജ് കൊലകൊല്ലിയെ പോലെ പെരുമാറിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വിശദമായ വാർത്തയിലേക്ക്. പെരുന്നാൾ ആഘോഷിക്കാനായി പുറപ്പെട്ട മലയാളി പ്രവാസികൾക്ക് എയർ ഇന്ത്യയുടെ വക വീണ്ടും ഇരുട്ടടി. ഇത്തവണ ജിദ്ദയിൽ നിന്നുള്ള പ്രവാസികളെയാണ് എയർ ഇന്ത്യ പെരുവഴിയിലാക്കിയത്. വിമാനം അല്പസമയത്തിനകം പുറപ്പെടുമെന്നാണ് എയർ ഇന്ത്യ അധികൃതർ ഇപ്പോഴും നൽകുന്ന വിശദീകരണം. ഇന്ന് പുലർച്ചെ 12:15 ജിദ്ദയിൽ നിന്ന് കോഴിക്കോടേക്കുള്ള വിമാനം 19 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. സാങ്കേതിക തകരാർ കാരണമാണ് വിമാനം റദ്ദാക്കിയതെന്നാണ് എയർ ഇന്ത്യ അധികൃതരുടെ വിശദീകരണം. നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാനായി ഒരാഴ്ചത്തെ ലീവിൽ നാട്ടിലേക്ക് പോകാനായി തയ്യാറെടുത്തവരടക്കം 436 യാത്രക്കാർ ഇപ്പോഴും ജിദ്ദ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വിമാനം എപ്പോൾ യാത്ര തിരിക്കുമെന്നോ പകരം വിമാനം ഏർപ്പെടുത്തുമെന്നോ ഉള്ള കാര്യം പോലും യാത്രക്കാർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്നലെ രാത്രി 12:15 പുറപ്പെടേണ്ട വിമാനത്തിൽ 3 മണിക്ക് ശേഷമാണ് യാത്രക്കാരെ കയറ്റിയത്. എന്നാൽ അരമണിക്കൂറിന് ശേഷം യാത്രക്കാരോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതോടെ യാത്രക്കാർ ബഹളം വെക്കുകയും വിമാനത്തിൽ കുത്തിയിരിക്കുകയും ചെയ്തു. 6 മണിയോടെ യാത്രക്കാരെ ടെർമിനലിലേക്ക് തിരികെ കൊണ്ടുപോയി. വൈകിട്ട് 6 മണിക്കും എപ്പോഴാണ് യാത്ര ചെയ്യാനാവുക എന്ന് യാത്രക്കാരെ അറിയിച്ചിട്ടില്ല. മുംബൈയിൽ നിന്ന് വിമാനം എത്തിച്ച യാത്രക്കാരെ മുംബൈയിലെത്തിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ പോലും നാളെ ഉച്ചയ്ക്ക് മുമ്പായി പലർക്കും വീട്ടിലെത്താൻ സാധിക്കില്ല. ഇതോടെ ഗൾഫിലെയും നാട്ടിലെയും പെരുന്നാൾ നഷ്ടമായ സങ്കടത്തിലാണ് ഭൂരിഭാഗം യാത്രക്കാരും. ജിദ്ദ കോഴിക്കോട് വിമാനം സാങ്കേതിക പ്രശ്നം പറഞ്ഞും യന്ത്രത്തകരാർ പറഞ്ഞും വൈകുന്നത് പതിവാണ്. എയർ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള സെക്ടറായിട്ട് പോലും നല്ലൊരു വിമാനം ഏർപ്പെടുത്താൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. മീഡിയ 1 ജിദ്ദ. ഞങ്ങളുടെ പ്രതി റബി മുഹമ്മദ് ഉണ്ട് ജിദ്ദയിൽ നിന്ന്. റബി, ഏകദേശം 19 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും എയർ ഇന്ത്യ അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? അല്പസമയത്തിനകം പുറപ്പെടാൻ സാധിക്കും എന്ന് തന്നെയാണോ? സായികുമാർ, ഇന്നലെ രാത്രി 12 മണിക്ക് കോഴിക്കോടേക്ക് പോകേണ്ട വിമാനത്തിലെ ഇപ്പോൾ പുറപ്പെടും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. യാത്രക്കാരെ ഇപ്പോൾ വിമാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ കൊടുത്ത ബോർഡിംഗ് പാസ് ഉപയോഗിച്ച് തന്നെയാണ് യാത്രക്കാരെ ആ വിമാനത്തിനകത്തേക്ക് കയറ്റിയിട്ടുള്ളത്. ബസ് മാർഗം വിമാനത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ കോഴിക്കോട്ടേക്ക് പറക്കാൻ കഴിയും എന്നുള്ളൊരു വിവരം നമുക്കിപ്പോൾ നൽകാൻ കഴിയും. എന്തു തന്നെയായാലും എയർ ഇന്ത്യയുടെ ഭാഗത്ത് വളരെ ഗുരുതരമായ പിഴവുകൾ വീണ്ടും വീണ്ടും പ്രവാസികൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തെളിവാണ് ഇന്നലെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 4-5 ദിവസങ്ങൾ മാത്രം പെരുന്നാൾ ആഘോഷത്തിന് വേണ്ടി നാട്ടിലേക്ക് പോകുന്ന പ്രവാസികളാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി 1500-ഉം 2000-ഉം ഒക്കെ അധികം ടിക്കറ്റ് നിരക്കിൽ നൽകിക്കൊണ്ടാണ് പല ആളുകളും നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് ഇവിടെ ഗൾഫിൽ ജിദ്ദയിൽ പെരുന്നാളായിരുന്നു. ആ പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. നാളെ നാട്ടിൽ നടക്കുന്ന ആഘോഷത്തിൽ പങ്കുചേരാൻ കഴിയുമോ എന്നുള്ള ആശങ്കയിലായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. വിമാനം വൈകി എന്നതിലപ്പുറം എപ്പോൾ പുറപ്പെടാൻ കഴിയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഉദ്യോഗസ്ഥരോ ജീവനക്കാരോ തയ്യാറായില്ല എന്നതായിരുന്നു യാത്രക്കാരെ ചൊടിപ്പിച്ച ഏറ്റവും വലിയ കാര്യം. റബി, രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യാത്രക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇപ്പോഴും അത്തരത്തിലുള്ള പ്രതിഷേധം അവിടെ തുടരുന്നുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പുറപ്പെടും എന്ന് തന്നെയാണോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം? കാരണം ഇന്നലെ രാത്രി 12:15 പോകേണ്ട വിമാനത്തിൽ 2 മണിക്ക് ശേഷമാണ് വിമാനത്താവളത്തിൽ നിന്നും റൺവേയിലേക്ക് ആളുകളെ ബസ്സിൽ കൊണ്ടുപോയത്. വിമാനത്തിനടുത്ത് അവിടെ 1 മണിക്കൂറോളം ബസ്സിൽ തന്നെ ഇരുത്തിയതിനു ശേഷമാണ് വിമാനത്തിലേക്ക് കയറ്റിയത്. അപ്പോഴും യന്ത്ര തകരാറ് പറഞ്ഞ ഉടൻ ശരിയാവുമെന്ന് പറഞ്ഞ് വീണ്ടും 1/2 മണിക്കൂറിലധികം വിമാനത്തിലിരുത്തിയതിനു ശേഷം യാത്രക്കാരോട് തിരിച്ച് ടെർമിനലിലേക്ക് പോകാനും വിമാനം പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആദ്യമായി യാത്രക്കാർ പ്രതിഷേധം ഉയർത്തിയത്. കുറെ നേരം ഈ ജീവനക്കാരുമായി തർക്കിക്കുകയും അതുപോലെ തന്നെ വിമാനത്തിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പിടിച്ച് നിന്ന് കുറെ മണിക്കൂറുകളോളം അങ്ങനെ തുടർന്നതിന് ശേഷം രാവിലെ 6 മണിയോടുകൂടിയാണ് അവരെ തിരിച്ച് എയർപോർട്ടിൽ എത്തിക്കുന്നത്. അത്രയും സമയം ജീവനക്കാരുമായിട്ട്
യാത്രക്കാർ കശപിശ കൂടി. അതിനുശേഷം എയർപോർട്ട് ടെർമിനലെത്തിന് ശേഷം ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ കൃത്യസമയത്ത് നൽകാനും അധികൃതർ തയ്യാറായില്ല. അപ്പോഴൊക്കെ പല സമയങ്ങളിലായിട്ട് യാത്രക്കാർ അത് ജീവനക്കാരുമായിട്ട് തർക്കിക്കുകയും മറ്റുമൊക്കെ ഉണ്ടായി. അത് പ്രത്യേകിച്ച് ജിദ്ദ പോലുള്ള ഒരു വിമാനത്താവളത്തിനകത്തായത് മാത്രം ഒരു സംഘട്ടത്തിലേക്ക് നീങ്ങില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ഹനീഫ അമ്പാടി എന്നുള്ള ഒരു വ്യക്തി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ ഈ വിമാനത്തിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീ ഹനീഫ, ഏകദേശം 20 മണിക്കൂറിനടുത്തായി വിമാനം കുടുങ്ങിക്കിടക്കുന്നു. ഇപ്പോഴും അധികൃതർ നേരത്തെ തന്നെ നമ്മളൊക്കെ ബന്ധപ്പെടുമ്പോഴും അവർ നൽകുന്ന വിശദീകരണം അല്പസമയത്തിനകം പുറപ്പെടുമെന്നാണ്. ഒരുപാട് അല്പസമയം കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും വിമാനം പുറപ്പെട്ടു കാണുന്നില്ല. താങ്കൾക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ മകനുമായി ബന്ധപ്പെടുമ്പോൾ? മകനായിട്ട് ഇപ്പോ ബന്ധപ്പെട്ടു. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. മകനുമായിട്ട് ഇപ്പൊ ബന്ധപ്പെട്ടു. വിമാനത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് കാലിക്കറ്റ് ആണോ ബോംബെ ആണെന്നുള്ള ഉറപ്പ് ഇപ്പോഴും കൊടുത്തിട്ടില്ല അവര്. ഇല്ല, നമുക്ക് ഇതിലൊരു സംശയം എന്താന്ന് വെച്ചാൽ രാവിലെ 8 മണി മുതൽ നമ്മൾ പലരെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ മറുപടി, ഇപ്പൊ മകൻ പോലും പറഞ്ഞത് ബോംബെയിലേക്കാണെങ്കിൽ പോവാം, കാലിക്കറ്റിലേക്ക് ഫ്ലൈ ചെയ്യില്ല എന്ന് പൈലറ്റ് പറഞ്ഞു എന്നാണ്. പിന്നെ കേട്ടു എന്തൊരു യന്ത്രത്തകരാറുള്ള ഒരു വിമാനം എങ്ങനെയാണ് ബോംബെയിലേക്ക് മാത്രം പറക്കുക എന്നുള്ള സംശയം കൂടെ ആലോചിക്കുന്നത്. യന്ത്രത്തകരാറുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് പൊങ്ങാൻ പാടില്ല സാധനം. ഇത് ബോംബെയിലേക്ക് മാത്രം പറക്കാൻ യന്ത്രത്തകരാറില്ല എന്നും കാലിക്കറ്റിലേക്ക് പറക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഭയങ്കരമായ ഒരു പാർശ്വാലിറ്റി അതിനകത്ത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തരികട കാണുന്നുണ്ട് അതിനകത്ത്. അങ്ങനെ ഞാൻ രാവിലെ MP രാജേഷ് MP-യുമായി ബന്ധപ്പെട്ടു. കാരണം നമ്മുടെ ഇവിടുത്തെ MP E.T. മുഹമ്മദ് ബഷീറിന് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് കിട്ടിയില്ല. പിന്നെ MP രാജേഷ് MP-യുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 8:30 മണിക്ക് എനിക്ക് തന്ന മെസ്സേജ്, വാട്സപ്പിൽ മെസ്സേജ് തന്നത് സെക്യൂരിറ്റി പ്രോബ്ലം കാരണം പൈലറ്റിന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞപ്പോൾ പൈലറ്റ് ഇറങ്ങിപ്പോയി എന്ന വിവരം കിട്ടിയത്. പിന്നെ കിട്ടി ഉച്ചയ്ക്ക് പുറപ്പെടും എന്നുള്ള വിവരം കിട്ടി. പക്ഷെ അതൊന്നും ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ എന്നുള്ള വിവരം അല്ലായിരുന്നു. എന്തൊക്കെയായാലും ഒരു ഭയങ്കര മോശമായിട്ട് 20 മണിക്കൂർ യാത്രക്കാരെല്ലാം പുല്ല് വില കണക്കാക്കി ഈ 10,000-കണക്കിന് രൂപ അധികം കൊടുത്ത് ടിക്കറ്റ് എടുത്ത യാത്രക്കാരെല്ലാം ഒരു വിലയും ഇല്ലാതെ കാണുന്ന എയർ ഇന്ത്യയുടെ ഈ പരിപാടി അവസാനിപ്പിക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ മാത്രം വിചാരിച്ച പോരാ. ഇതിലൊക്കെ യാത്ര ചെയ്യുന്നവരടക്കം ഇപ്പോ ഈ പ്രതിഷേധമൊക്കെ ഇപ്പൊ മറക്കും, നാട്ടിലെത്തുന്നതോടുകൂടി എല്ലാം മറക്കും. ഇതിന് അടുത്ത അനുഭവം ഉണ്ടാവുമ്പോൾ വീണ്ടും പ്രതിഷേധിക്കുള്ളൂ. ഇങ്ങനെ ഒറ്റപ്പെട്ട പ്രതിഷേധം കൊണ്ട് എയർ ഇന്ത്യ നന്നാക്കാൻ സാധിക്കുന്ന ഒരിക്കലും നമുക്ക് തോന്നുന്നില്ല. എന്റെ മകൻ 10 ദിവസത്തെ ലീവിന് വരുന്നത്, അപ്പൊ 2 ദിവസം വെറുതെ പോയി. അതിൽ 4 ദിവസത്തെ റീ എൻട്രി അടിച്ച് വരുന്നവരടക്കം ഉണ്ട് ആ യാത്രക്കാരിൽ. അവരുടെയൊക്കെ ബുദ്ധിമുട്ട് ഇതൊന്നും ആരും കാണുന്നില്ല എന്നുള്ളതാണ്. റൈറ്റ്, താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടർന്ന്. ഇപ്പോൾ സത്താർ കുന്നിൽ, കേരള എയർപോർട്ട് യൂസേഴ്സ് മൂവ്മെന്റ് പ്രതിനിധി അദ്ദേഹവും ഒപ്പം സോഷ്യൽ ആക്ടിവിസ്റ്റ് EP അനിൽകുമാറും ഇവർ രണ്ടുപേരുമുണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ സത്താർ കുന്നിൽ, നിരന്തരം നമ്മൾ ചർച്ച ചെയ്തതാണ്, നിരവധി തവണ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. പക്ഷേ എയർ ഇന്ത്യ അതേ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കുന്നു. ഇപ്പോൾ ഏകദേശം 20 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു യാത്രക്കാർ അവിടെ കുടുങ്ങിക്കിടന്നിട്ട്. പെരുന്നാൾ ആഘോഷത്തിന് വേണ്ടി നാട്ടിലെത്തുന്നവർ, ഒപ്പം പ്രവാസ ലോകത്ത് പെരുന്നാൾ ആഘോഷിക്കേണ്ടവർ എല്ലാവരും ആ നഷ്ടദുഃഖത്തിലാണ്. പ്രതിഷേധം വലിയ രീതിയിൽ ഉണ്ടാകുന്നു. പക്ഷേ എയർ ഇന്ത്യയുടെ ഭാഗത്ത് തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇത് ഗൾഫുകാരോട് മാത്രമേ ഈ എയർ ഇന്ത്യക്ക് ഇത്തരം ക്രൂരത കാണിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത് വേറെ ഏതെങ്കിലും ഒരു സെക്ടറിലുള്ള ആളുകളാണെങ്കിൽ ഉടൻ തന്നെ അതിന്റെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി അധികൃതർ ശ്രമിക്കുമായിരുന്നു. വളരെ പാവപ്പെട്ട സാധാരണക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഗൾഫിലെ ആളുകളോട് എന്ത് കാണിച്ചാലും ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മളോട് കാണിക്കുന്ന എയർ ഇന്ത്യയുടെ നിരുത്തരവാദിത്തപരമായ പെരുമാറ്റത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു രീതി പഴയതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിക്കൊണ്ട് ഒരളവ് വരെ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും അതിന്റെ സർവീസ് കുറച്ച് മെച്ചപ്പെടുത്തുകയും കൃത്യസമയം പാലിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ എയർ ഇന്ത്യ വലിയ വിമാനം, ജംബോ വിമാനം ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പണിമുടക്കൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു ടെക്നിക്കൽ പ്രോബ്ലം ആണെങ്കിൽ എന്തുകൊണ്ട് ഇതിന്റെ ആളുകൾക്ക് ബോഡി പാസ് കൊടുത്തതിന് ശേഷം മാത്രം എന്തുകൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് മുൻകൂട്ടി യാത്രക്കാർ വിവരം അറിയിക്കുകയും അതിനുവേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പകരം വേറെ വിമാനം എത്തിക്കുകയും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വിമാനത്തിലെ പൈലറ്റിന് ഏതെങ്കിലും യന്ത്രപ്രകാരം കൂടെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ അയാൾ ആ വിമാനം ഉപേക്ഷിച്ചിട്ട് അവിടെ പോവുകയാണ്. പകരം വേറൊരു പൈലറ്റ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി സമയത്ത് വരുന്നതുവരെ യാത്രക്കാരുടെ കാത്തു നിൽക്കുന്നത് 20 മണിക്കൂർ എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയാണിത്.
വളരെ പ്രതീക്ഷയോടുകൂടി പെരുന്നാൾ കൂടുന്നതിന് വേണ്ടി കുടുംബത്തിനോട് വളരെ ചെറിയ ലീവിൽ അതും ഇരട്ടി വില കൊടുത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജൂൺ മാസം മുതൽ കഴിഞ്ഞ് 3 മാസങ്ങളായിക്കൊണ്ട് ഇരട്ടി വിലയാണ് യാത്രക്കാരോട് ഈടാക്കുന്നത്. എയർ ഇന്ത്യ അടക്കമുള്ള എല്ലാ വിമാന കമ്പനികളും. അപ്പോൾ ചുരുങ്ങിയ ലീവിൽ പെരുന്നാളായി അനുവദിച്ച് കിട്ടുന്ന ഗൾഫിലുള്ള യാത്രക്കാർ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ, മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് വൈകുന്നേരം പുറപ്പെടാൻ വേണ്ടുന്ന രീതിയിലേക്ക് കേന്ദ്ര വ്യോമയാനവുമായി മന്ത്രിയുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് ഒരിക്കലും അവസാനിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ നിയമ നടപടികൾ, എയർ ഇന്ത്യക്കെതിരെയുള്ള നിയമ നടപടികളുമായി ഇതുമായി ബന്ധപ്പെട്ട യാത്രക്കാർ പോകാൻ വേണ്ടി തയ്യാറായെങ്കിൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. നമ്മളിതിനു മുമ്പ് കുവൈറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഈ കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആവിഷ്കരിച്ചപ്പോൾ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ EP അനിൽകുമാർ, കേരളീയരോട് പ്രത്യേകിച്ച് പ്രവാസികളോടുള്ള അവഗണനയാണ് എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ന് പ്രവാസികാര്യ മന്ത്രി അടക്കം ഇപ്പോൾ പറയേണ്ടി വരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള പറച്ചിലുകൾ ഉണ്ടാകുമ്പോഴും എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാകുന്നില്ല. പ്രവാസികാര്യ വകുപ്പിനും നമ്മുടെ മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ ഈ വിഷയം വളരെ നന്നായിട്ട് അറിയാം. കാരണം ഇത് പലതവണ ആവർത്തിക്കപ്പെടുന്ന വിഷയമാണ്. പക്ഷേ അക്കാര്യത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതിന്റെ സൂചന തന്നെയല്ലേ വീണ്ടും വീണ്ടും എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആവർത്തിക്കപ്പെടുന്ന ഇത്തരം പ്രശ്നങ്ങൾ? ഇതിനകത്ത് ഒരു ചോദ്യത്തിന്റെ പോലും പ്രസക്തിയില്ല. നിയമനിഷേധം, നിരുത്തരവാദിത്വം, നീതി നിഷേധം തുടങ്ങിയ ജനങ്ങളോടുള്ള നിരുത്തരവാദപരമായ ചരിത്രത്തിന്റെ തുടർച്ചയാണിത്. അതുകൊണ്ടാണ് ഞങ്ങൾ ബഹ്റിനിലെ സാധാരണക്കാർ നമ്മുടെ എയർ ഇന്ത്യയെ നമുക്ക് സംരക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്ഥാനം തന്നെ തുടങ്ങിയത്. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് തകർത്ത് തരിപ്പണമാക്കി സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കുക എന്ന നമ്മുടെ ഭരണകൂടത്തിന്റെ കഴിഞ്ഞ 10-20 വർഷമായി തുടരുന്ന നയങ്ങളുടെ തുടർച്ചയാണിത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി നിങ്ങൾ കാണേണ്ടതില്ല. ഒരു സ്ഥാപനത്തിന് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതിലെ കസ്റ്റമേഴ്സിനോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും ഇന്ത്യയുടെ അഭിമാനമാണെന്ന് ഇന്ന് നമ്മൾ പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ പബ്ലിക് സെക്ടർ കമ്പനിയായ എയർ ഇന്ത്യ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രക്കാരോട് കാണിക്കുന്നില്ല. എയർ ഇന്ത്യ ഇന്ന് ലാഭത്തിൽ ഓടിക്കുന്ന ഏക സെക്ടർ എന്ന് പറയുന്നത് അവർ നടത്തുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്ന നമ്മുടെ ഗൾഫ് മേഖലയിലുള്ള സെക്ടറുകളാണ്. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എയർ ഇന്ത്യക്ക് ഒരു ഹബ്ബ് തുടങ്ങണമെന്ന് ഞങ്ങൾ എത്ര വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഏറ്റവും കൂടുതൽ സർവീസുകൾ ലാഭകരമായി നടത്തുന്ന ദുബൈ, ബഹ്റിൻ, സൗദി അറേബ്യ പോലെ രാജ്യങ്ങളിൽ ഒരു ഹബ്ബ് തുടങ്ങിയാൽ എയർ ഇന്ത്യയുടെ വിമാനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. പക്ഷെ ഇതിനകത്തൊന്നും ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾക്ക്, നമ്മുടെ ജനപ്രതിനിധികൾക്ക് യാതൊരു താല്പര്യമില്ല എന്ന് ലജ്ജയോടെ പറയേണ്ടി വരുന്നതിൽ ഒരു സാധാരണ ഗൾഫുകാരൻ ഞങ്ങൾ അതിയായ വേദനിക്കുന്നു. ഒരു പെരുന്നാൾ ദിവസം പോലും ഉത്തരവാദിത്വത്തോടെ സാധാരണക്കാരെ വിമാനത്താവളങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾക്ക് എത്തിക്കാൻ കഴിയാത്ത എയർ ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളുടെ പരാജയത്തിന്റെ അടയാളമാണ്. ശ്രീ സത്താർ കുന്നിൽ, ഇപ്പോൾ ഈ വിമാനത്തിൽ അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം അവരെ വേണമെങ്കിൽ മുംബൈയിലേക്ക് എത്തിക്കാമെന്നാണ്. ഈ ഒരു വാഗ്ദാനം അവർ നേരത്തെ തന്നെ നൽകുന്നുണ്ട്. അപ്പോഴും ആളുകൾക്കുണ്ടാകുന്ന സംശയം സാങ്കേതിക പ്രശ്നമാണ് വിമാനത്തിനുണ്ടായിരുന്നതെങ്കിൽ എങ്ങനെ മുംബൈയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. സാധാരണക്കാർക്കുണ്ടാകുന്ന ഈ സംശയം വെറും സ്വാഭാവികമല്ലേ? എന്തുകൊണ്ട് മുംബൈയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു വിമാനത്തിന് എന്തുകൊണ്ട് കോഴിക്കോടേക്ക് വരാൻ കഴിയുന്നില്ല? ഇത് നേരത്തെ സൂചിപ്പിച്ച ഈ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ബോംബെയിലേക്ക് വിമാനം പറത്താൻ നിയോഗിക്കപ്പെട്ട പൈലറ്റാണ് അടുത്ത ഡ്യൂട്ടിയിലേക്ക് ഈ സമയത്ത് വരുന്നതെങ്കിൽ അദ്ദേഹം അത് കോഴിക്കോട് കൊണ്ടുപോകാൻ തയ്യാറാവുന്നില്ല. ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്ന ആ രീതിയിലാണ്. അതിന് പകരം കൊണ്ടുവരുന്ന വിമാനം ബോംബെയിലേക്ക് ഇതാണ് നമ്മളോട് എന്ത് ചെയ്യാമെന്നുള്ളൊരു ധാർഷ്ട്യമുണ്ടല്ലോ. ഇത് വേറെ എവിടെയെങ്കിലും അനുവദിക്കാൻ വേണ്ടി പറ്റുമോ? 20 മണിക്കൂർ വിമാനത്തിൽ ഇരുത്തിയ ആളുകളെ വീണ്ടും കാലിക്കറ്റ്, ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അവർക്ക് കോഴിക്കോടിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള ഒരു പരിപാടി തയ്യാറാക്കുന്നത് അവർ വിമാനത്തിൽ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷെ നമ്മുടെ എത്രയോ പ്രശ്നങ്ങളിൽ നമ്മുടെ ജനപ്രതിനിധികൾ, MP-മാരും മന്ത്രിമാരും ഒക്കെ കൂട്ടമായിട്ട് കേന്ദ്രത്തിൽ പോവുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ പ്രവാസികളുടെ നിരന്തരമായ എയർ ഇന്ത്യ അവഗണിക്കുന്ന ഈ പ്രശ്നത്തിൽ ഒരു കൂട്ടമായിട്ടുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി ഒറ്റപ്പെട്ട ശബ്ദങ്ങളല്ലാതെ പാർലമെന്റിൽ ഏതെങ്കിലും ഒരു MP ഇപ്പോഴെങ്കിലും പറയുമെന്നല്ലാതെ കൂട്ടമായിട്ട് ഇതുമായി ഉത്തരവാദപ്പെട്ട പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനോ വ്യോമയാന മന്ത്രിമാരുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. ഇത്രയും നമ്മുടെ മന്ത്രിമാരായിരുന്നു. വിദേശകാര്യമന്ത്രിയും പ്രവാസികാര്യമന്ത്രിയും ഒക്കെ മലയാളികളായിരുന്നിട്ടും വ്യോമയാന വകുപ്പിന്റെ സഹമന്ത്രിയായിരുന്ന KC വേണുഗോപാൽ ഉണ്ടായിട്ട് പോലും പല ഇഷ്യൂവിലും ഞങ്ങൾക്ക് KC വേണുഗോപാലിനെ നേരിട്ട് വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹം ആ പ്രശ്നം അറിയുന്നത് എനിക്ക് ഈ പ്രശ്നം അറിയില്ല എന്ന് പോലും ഞങ്ങളോട് നേരിട്ട് പറഞ്ഞു. വ്യക്തമാണ് ശ്രീ സത്താർ കുന്നിൽ. വളരെയധികം നന്ദി പ്രതികരണം അറിയിച്ചതിന് സത്താർ കുന്നിൽ. ഒപ്പം EP അനിൽകുമാർ
ജിദ്ദയിൽ നിന്ന് പുറപ്പെട്ട കോഴിക്കോടേക്ക് പുറപ്പെട്ട വിമാനം അല്പസമയത്തിനകം എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. ഏകദേശം 20 മണിക്കൂറായി വിമാനം നിർത്തിയിട്ട് വളരെ പ്രതിഷേധത്തിലാണ് യാത്രക്കാരെല്ലാവരും തന്നെ നേരത്തെ മുതൽ. എന്തായാലും അല്പസമയത്തിനകം തന്നെ വിമാനം പുറപ്പെടും എന്നാണ് ജിദ്ദയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി റബീഹ് മുഹമ്മദ് നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം.